الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إنا أرسلناك شاهدا ومبشرا ونذيرا لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوا بكرة وأصيلا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് മരിച്ചു പോകാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മൾ റബീഉൽ അവ്വൽ മാസത്തിലാണ് നിലകൊള്ളുന്നത്. റബീഉൽ അവ്വൽ മാസമാവുമ്പോൾ സലഫികളെ കുറിച്ചിട്ട് ധാരാളം ആരോപണങ്ങൾ നാനാ ഭാഗത്തിൽ നിന്നിട്ട് മാത്രമല്ല നമ്മുടെ സോഷ്യൽ മീഡിയ മൊബൈലുകളിലെല്ലാം കേൾക്കാൻ സാധിക്കും. നമ്മൾ റസൂലിനെ സ്നേഹിക്കാത്തവരാണ്, റസൂലിന്റെ മുകളിൽ സലാത്ത് ചെല്ലാത്തവരാണ്, റസൂലിന്റെ മൗലൂദ് കേൾക്കാത്തവരാണ്, റസൂലിന്റെ മുകളിൽ ദാനധർമ്മങ്ങൾ ചെയ്യാത്തവരാണ്. അങ്ങനെ പല ആരോപണങ്ങളും കേൾക്കും. വാസ്തവത്തിന് എല്ലാ റബീഉൽ അവ്വൽ ആവുമ്പോഴും നമ്മൾ ഇതിനെ കുറിച്ചിട്ട് പബ്ലിക് പ്രോഗ്രാം അതുപോലെ തന്നെ ഖുതുബകൾ നിർവഹിക്കാറുണ്ട്. ആരാണ് സലഫുകൾ, എന്താണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്? ഷഹാദത്ത് കലിമയിലൂടെ രണ്ടാമത്തെ ഭാഗം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുള്ള ഭാഗം അംഗീകരിക്കാത്തവരാണോ അവർ എന്നുള്ളത്? അല്ല, നമ്മൾ എപ്പോഴും ഈ ഷഹാദത്തിനെ കുറിച്ചാണ് സംസാരിക്കൊണ്ടിരിക്കുന്നത്. ഷഹാദത്ത് നമസ്കാരത്തിനെ കുറിച്ച് സ്പീച്ച് നടത്തുന്നവർ, പ്രസംഗം നടത്തുന്നവർ, വാദ് പറയുന്നവരുണ്ട്. നമ്മളെ വായിലെ നായിനെ സൂക്ഷിച്ചിരിക്കുന്നതിനെ കുറിച്ച് വാദ് പറയുന്നവരുണ്ട്. നമ്മളെ ജീവിതത്തിലെ നല്ല ജീവിതം നയിക്കാൻ വേണ്ടി ഉപദേശിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ നോമ്പിനെ കുറിച്ച്, നോമ്പിന്റെ മാസമായി കഴിഞ്ഞാൽ നമ്മൾ വാദ് പറയാറുണ്ട്. ത്രാവി നമസ്കാരത്തിനെ കുറിച്ച് വാദ് പറയാറുണ്ട്. ഷഹാദത്ത് കൽമയിൽ വരുന്ന വീഴ്ചകളെ കുറിച്ച്, തൗഹീദിൽ വരുന്നതായിരിക്കുന്ന മോശമായിരിക്കുന്ന ചിന്തകളെ കുറിച്ച്, അതുപോലെ തന്നെ റസൂലിന്റെ വിസാരത്ത് എങ്ങനെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ജീവിതത്തിൽ, റസൂലിനെ നമ്മുടെ ജീവിതത്തിൽ ആവാഹിക്കൽ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ട് ക്ലാസ് എടുക്കുന്നവർ അത് സലഫികൾ മാത്രമേ ഉള്ളൂ. സലഫികളെ റബീഉൽ അവ്വൽ മാത്രം റസൂലിനെ സ്നേഹിക്കുന്നവരല്ല.
എല്ലാ സമയത്തും എല്ലാ നമസ്കാരത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരാണ്. കാരണം അതുകൊണ്ടാണ് നമ്മൾ വേറെ പള്ളി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് മറ്റ് പള്ളികളിലേക്ക്, ഖുറാഫത്തിന്റെ പള്ളികളിലേക്ക് നമുക്ക് ജുമാക്ക് പോകാതെ നിൽക്കുന്നത്. നമസ്കാരത്തിന് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം അനുസരിച്ച് നിസ്കരിക്കുന്ന ഒരു സമൂഹമാണ് സലഫികൾ എന്ന് പറയുന്നത്. അതനുസരിച്ച് ഖുതുബ നിർവഹിക്കുന്നവരാണ്, അതനുസരിച്ച് ജുമാ നിർവഹിക്കുന്നവരാണ് സലഫികൾ എന്ന് പറയുന്നത്. റസൂലിനെ സ്നേഹിക്കുക എന്നുള്ളത് റസൂലിനെ അനുസരിക്കുക എന്നുള്ളതാണ്. ഖുർആനിന്റെ നസ്സാണത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആരെയാണ് സ്നേഹിക്കേണ്ടത്? ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. രണ്ടാമത് പ്രവാചകനാണ്. അത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ റസൂൽ പറഞ്ഞു ഫത്തബിഉനി, എന്നെ നിങ്ങൾ പിൻപറ്റുക. എന്നാൽ യുഹിബ്ബുകുമുല്ലാഹു, അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. എന്നെ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ, അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എന്നെ നിങ്ങൾ പിൻപറ്റണം. എന്നെ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, നിങ്ങളെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. അതാണ് ഇസ്ലാമിന്റെ മൗലികമായിരിക്കുന്ന ഷഹാദത്ത് കലിമയുടെ പോളിസി. അല്ലാഹുവിനെ സ്നേഹിക്കുക. അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നിട്ട് റസൂലിനെ അനുസരിക്കുന്ന എന്നുള്ള ഒരു തിയറി അതിൽ ഉടലെടുക്കുക. അല്ലാഹുവിന്റെ റസൂലിനെ എങ്ങനെ അനുസരിക്കുന്നുവോ അതനുസരിച്ച് അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. നമ്മളെ ഇബാദത്തുകൾ സ്വീകരിക്കാൻ വേണ്ടി, നമ്മുടെ ദിക്റുകൾ സ്വീകരിക്കാൻ വേണ്ടി, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റസൂലിന്റെ മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. റസൂലിന്റെ മാതൃകയില്ലാത്ത ഒരു അമലും നമ്മൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ റസൂലിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് റസൂലിനെ അയച്ചു തന്നത് സാക്ഷിയായിട്ടാണ്. സാക്ഷി ദുനിയാവിൽ നമുക്ക് സാക്ഷിയാണ്. അപ്പൊ നമ്മളെ കണ്ടാൽ ഓനൊരു മുഹമ്മദിയനാണ് എന്ന് തോന്നണം. ഓന് റസൂലിനെ അംഗീകരിക്കുന്നവരാണ് എന്നവനെ ഒരാൾക്ക് കണ്ടാൽ അവർക്ക് തോന്നണം. അതാണ് ഷാഹിദ് എന്ന് പറയുന്നത്. അതാണ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറയുന്നത്. മുഹമ്മദ് നബിക്ക് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ സാക്ഷിയാണെന്ന് പറഞ്ഞാൽ മുഹമ്മദ് എങ്ങനെയാണോ ജീവിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എങ്ങനെയാണോ ഭക്ഷണം കഴിച്ചത്, മുഹമ്മദ് എങ്ങനെയാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ഖുതുബ നിർവഹിച്ചത്, അതുപോലെ ഖുതുബ നിർവഹിക്കുന്നവൻ, അതുപോലെ നമസ്കരിക്കുന്നവൻ, അതുപോലെ ഭക്ഷണം കഴിക്കുന്നവൻ, അതുപോലെ വിവാഹം കഴിക്കുന്നവൻ, അതുപോലെ പള്ളിയിൽ ഇരിക്കുന്നവൻ, അതുപോലെ പള്ളിയിൽ ഖുർആൻ ഓതുന്നവൻ. അപ്പോൾ പുറത്തൊരാൾ കണ്ടിരുന്ന വരുന്നത് ഓന് മുഹമ്മദീനാണ്, മുഹമ്മദിനെ അനുസരിക്കുന്നവരാണ്. അതാണ് പറഞ്ഞ ഷാഹിദം. ഇവിടെ മാത്രമല്ല, നാളെ മഹ്ശറയിൽ നമ്മൾക്ക് റസൂലിനെ സാക്ഷിയായിട്ട് നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. എന്താ സന്തോഷ വാർത്ത? അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. വനദീരം, നിങ്ങൾക്ക് താക്കീത് ചെയ്യുന്നവരായിട്ടുണ്ട്. എന്താ താക്കീത്? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കാതെ ജീവിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് തോന്നിയതുപോലെ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് തോന്നിയതുപോലെ നമസ്കരിക്കുകയാണെങ്കിൽ, നിങ്ങൾ തോന്നിയതുപോലെ നോമ്പ് നോൽക്കുകയാണെങ്കിൽ, നിങ്ങൾ തോന്നിയതുപോലെ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ വീട് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് താക്കീത് ചെയ്യാൻ വേണ്ടി എന്താ? നിങ്ങൾക്ക് നരകമുണ്ട്, നിങ്ങൾക്ക് ശിക്ഷയുണ്ട് എന്ന താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ നിയമിച്ചിട്ടുള്ളത്. പിന്നെയോ ലിതുമിനൂ ബില്ലാഹി, എന്തിനാ ഇങ്ങനെ ആക്കിയത്? ലിതുമിനൂ ബില്ലാഹി, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കാൻ വേണ്ടി. റസൂലി, അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ വിശ്വസിക്കണം. എന്താ റസൂലിനെ വിശ്വസിക്കേണ്ടത്? റസൂൽ ദിവ്യത്വമുള്ള ആളാണെന്നോ അല്ല. റസൂല് നമുക്ക് മാർഗദർശനമായിട്ട് അയക്കപ്പെട്ട റസൂലാണ്. അല്ലാഹുവിന്റെ റിസാലത്ത് കിട്ടിയിട്ടുണ്ട്. ആ അല്ലാഹുവിനെ ബഹുമാനിക്കുവാനും ആദരിക്കാനും വേണ്ടി, അവനെ നിങ്ങൾ എന്താക്കാൻ വേണ്ടിയിട്ട്, അവനെ സഹായിക്കുവാനും, അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും അവനിക്ക് ദിക്ർ ചൊല്ലുവാനും അവനെ സ്മരിക്കാനും വേണ്ടിയിട്ടാണ് റസൂലിനെ നിങ്ങൾക്ക് പ്രവാചകനായിട്ട് അയച്ചു തന്നിട്ടുള്ളത്. അത് പറഞ്ഞു തരാൻ വേണ്ടി. അപ്പൊ റസൂൽ എപ്പോഴും നമ്മളെ മേലെ നമ്മൾക്ക് റസൂലിനോടാണ് സ്നേഹം. ഒരിക്കൽ ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് മതസ്വായത്ത്, എപ്പോഴാണ് റസൂൽ ഖിയാമത്ത് നാൾ ഉണ്ടാകുക എന്ന് ചോദിച്ചു.
അപ്പൊ റസൂൽ ചോദിച്ചു മാനത്തുലിസായത്തെ നീ ഖിയാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഭരിച്ചു പോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു നീ അതിന് വേണ്ടി ഖിയാമത്ത് വേണ്ടിയിട്ട് എന്താ ഒരുക്കി വെച്ചിട്ടുള്ളത്? അപ്പോൾ പറഞ്ഞ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നബിയെ, എനിക്ക് അമല് വളരെ കുറവാണ്. ഹബ്ബ വല്ലാഹി വറസൂലി, എനിക്കാണെങ്കിൽ അള്ളാഹുവിനോടും റസൂലിനോടും വളരെ ഇഷ്ടമാണ്. അള്ളാഹു എനിക്ക് സന്മാർഗം തന്നു, അള്ളാഹു എനിക്ക് പ്രവാചകനെ റസൂലാക്കി തന്നു, അതിലെനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് അയാൾ പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയാണ്. ഇവിടെ മാത്രമല്ല അവിടെയും. ഇവിടെ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ആയിരിക്കണം. എന്നാൽ നാളെ നമുക്ക് റസൂലിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അതാണ് അനസ് റളിയല്ലാഹു അൻഹു പറയാണ് ഫമാ ഫറഹന ബഅദൽ ഇസ്ലാമി ഫറഹൻ അശദ്ദു മിൻ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു വാക്ക് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ എത്ര സന്തോഷം മറ്റൊരിക്കലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം എന്നുള്ളത്. അവർക്ക് വളരെ സന്തോഷം. ഞാന് അള്ളാഹുവിന്റെ റസൂലിനെ ആരിഷ്ടപ്പെടുന്നുവോ അവരുടെ കൂടെ ആയിരിക്കും അവർ സ്വർഗത്തില്, അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. പറയാണ് ഞാൻ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും സ്നേഹിക്കുന്നു, അബൂബക്കറിനെയും ഉമറിനെയും സ്നേഹിക്കുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. ഒരു ദിവസം ഒരു കഅബ് ബിൻ റബീ എന്ന് പറയുന്ന അസ്ലം ഗോത്രത്തിലുള്ള ഒരാൾ വന്നിട്ട് നബിയോട് പറഞ്ഞു, പാവപ്പെട്ടവരാണ്, പണമില്ല, കുടുംബമില്ല, അങ്ങനെയുള്ള ഒരാൾ റസൂലിനോട് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ നിങ്ങളെ സേവനം ചെയ്യാം, നിങ്ങൾക്ക് ഒളിവിന്റെ വെള്ളം കൊണ്ട് തരുക, നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പുറം പോകാൻ വേണ്ടി എന്തെങ്കിലും സഹായമാണെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ നിന്നോട്ടെ. അപ്പൊ റസൂല് പറഞ്ഞു ഓക്കെ, അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നോ. രാത്രി അയാൾ റസൂല് ഉറങ്ങാൻ കിടന്ന റസൂലിന്റെ റൂമിന്റെ പുറത്ത് നിന്നു. റസൂൽ എനിക്ക് എപ്പോഴെങ്കിലും വെള്ളം ചോദിക്കുന്നുണ്ടോ, എന്തെങ്കിലും ആവശ്യം മറക്കിരിക്കാൻ പോകാനുണ്ടോ? അന്നത്തെ പോലെ വീട്ടിൽ കക്കൂസൊന്നും ഉണ്ടാവില്ല, ഇന്ന് അറ്റാച്ച്ഡ് ആയിരിക്കുമല്ലോ നമുക്കെല്ലാം. റസൂലും സ്വഹാബികളെല്ലാം അന്ന് ദൂരെ മറയുടെയും ഉള്ളിലേക്ക് മരുഭൂമിയിലെവിടെയും പോയി വിളിച്ചിരിക്കുക എന്നുള്ള സ്വഭാവമായിരുന്നു. അപ്പൊ റസൂലിന്റെ കൂടെ വെള്ളം എടുത്തിട്ട് ഇയാളെങ്ങനെ പോകും, ഒതെടുക്കാൻ പോകുമ്പോൾ വെള്ളം എടുത്തിട്ട് വരും, അങ്ങനെ സഹായിക്കുന്ന ആളാണ്. അപ്പൊ റസൂലിന്റെ കൂടെ ഇങ്ങനെ സഹായിക്കുമ്പോൾ ഒരു ദിവസം ചോദിച്ചു ശരി നിനക്ക് എന്താ ആവശ്യം? കുറെ കഴിഞ്ഞപ്പോ ഒരാള് നമ്മുടെ പുരയില് പണിയെടുക്കുമ്പോൾ അയാൾ ചോദിക്കില്ല എന്താ വേണ്ടത്, നിനക്ക് ശമ്പളം എന്താ വേണ്ടത് എന്ന് പറയുന്നില്ല, എന്ന് ചോദിക്കില്ല. ആ നേരത്ത് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത് എന്താ എനിക്ക് വേണ്ടത്? അപ്പൊ അയാള് കുറെ ആലോചിച്ചു, പിന്നെയും പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് എന്താണ് റബിയെ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു ഞാനൊന്ന് ചിന്തിക്കട്ടെ നബിയെ, ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാം. അപ്പൊ തദക്കർത്തു, അയാൾ ആലോചിച്ചു. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ എന്ത് കാര്യം ചോദിച്ചാൽ എനിക്ക് അള്ളാഹുവിന്റെ റസൂൽ തരും. പൈസ വേണമെങ്കിൽ ദിർഹാമോ ദീനാനോ വേണമെങ്കിൽ എനിക്ക് ചോദിച്ചാൽ തരും. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ എന്റെ റസൂൽ ചോദിച്ചാൽ എനിക്ക് തരും. പക്ഷെ അതെല്ലാം മുറിഞ്ഞു പോവല്ലോ. ഞാൻ മരിക്കുമ്പോൾ എന്റെ പൈസ കൊണ്ടുപോകാൻ സാധിക്കും, ഞാൻ മരിക്കുമ്പോൾ എന്റെ വീട് കൊണ്ടുപോകാൻ സാധിക്കും, ഞാൻ മരിക്കുമ്പോൾ എന്റെ മക്കളെ കൊണ്ടുപോകാൻ സാധിക്കും, ഒന്നും കഴിയില്ല. എന്റെ സമ്പത്തെല്ലാം വിട്ടിട്ട് 3 കണി തുണിയുമായിട്ടാണ് അവൻ കബറിലേക്ക് പോകുന്നത്. അപ്പൊ ഇതൊന്നും എനിക്ക് കിട്ടൂല. അപ്പൊ അയാൾ ചോദിച്ചു, ഞാൻ നിങ്ങളോട് കൂടെ സ്വർഗത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്നു നബിയെ, ഞാൻ നിങ്ങളോട് കൂടെ സ്വർഗത്തിൽ കഴിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അത് ചോദിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്നോട് ആരാണ് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി പറഞ്ഞത്? ഞാൻ നിന്നോട് കുറെ ചോദിക്കും. റസൂല് പറഞ്ഞത് എന്താ? നീ എന്റെ സേവനം ചെയ്യുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ഞാൻ തരാം, നീ എന്താണ് ആവശ്യം ചോദിച്ചോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് കൂടെ സ്വർഗത്ത് നിങ്ങളോട് കൂടെ സ്വർഗത്തിൽ എനിക്ക് താമസിക്കാൻ എനിക്കൊരു അവസരം ഉണ്ടാക്കി തരണം നബിയെ എന്ന് ചോദിച്ചു. അപ്പോൾ നിന്നോട് ഇങ്ങനെ ചോദിക്കാൻ ആരാണ് പറഞ്ഞത്? അദ്ദേഹം പറയാണ്, ഞാൻ പറഞ്ഞു എന്നോട് ആരും അങ്ങനെ ഉപദേശിച്ചിട്ടില്ല നബിയെ. ഞാൻ മനസ്സിലാക്കി ദുനിയാവ് എന്തൊക്കെ ചോദിച്ചാൽ നബി എനിക്ക് തരും, പക്ഷെ അത് നശിച്ചു പോവല്ലോ.
അതെനിക്ക് കിട്ടൂലല്ലോ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് അനുഭവിക്കാം. പക്ഷെ സ്വർഗം ചോദിച്ചാൽ നിങ്ങളെ കൂടെ എനിക്ക് സാധിച്ചാൽ അത് എത്ര വലിയ മഹത്വായിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ എന്നെ സഹായിക്കണം. എന്തുകൊണ്ടിട്ട്? സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കണം. പിന്നെ ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, അയാൾ ചോദിച്ച അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കണം എന്ന നരകത്തിൽ നിന്ന് ദൂരെയാക്കാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും എന്നെ നിങ്ങൾ സഹായിക്കണം എന്നാണ് പറഞ്ഞത് എന്ന് അതിന്റെ വിശാലമായിരിക്കുന്ന ഇമാം തബ്രാനി പോലെയുള്ള ആള് വിവരിച്ചതായിരിക്കുന്ന തർദീബിൽ ഉദ്ധരിച്ച പോലെയിരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. മറ്റുള്ള ആളുകൾ പറയും, അള്ളാഹുവിന്റെ റസൂലിന് സ്വർഗം ചോദിച്ചില്ലേ, റബിയക്ക് സ്വർഗം കൊടുത്തില്ലേ? അള്ളാഹുവിന്റെ റസൂലിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, അള്ളാഹുവിന്റെ റസൂലിനോട് നമുക്ക് ചോദിക്കാം, സ്വർഗം തരുമോ? റസൂൽ എന്താ പറഞ്ഞത്? സ്വർഗം തരാമെന്ന് പറഞ്ഞു, സ്വർഗം തരില്ല എന്ന് പറഞ്ഞു. നീ എന്നെ സഹായിക്കണം, എനിക്ക് സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ടിട്ട്. അയാൾ യഥാർത്ഥത്തിൽ പറഞ്ഞതാണ്, നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ, സ്വർഗപ്രവേശത്തിന് അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അത് നമുക്കും പറയാം. നമ്മളിപ്പോൾ ആരെങ്കിലും രോഗിയായി പോയാൽ പറയാറില്ലേ, എന്താ പറയാ? ഒന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയില്ല. അതുപോലെ നമുക്ക് റസൂലിനോട് പറയാം. റസൂൽ ഇപ്പൊ ജീവിച്ചിരിക്കില്ല, അതുകൊണ്ട് റസൂലിനോട് പറയാൻ കഴിയില്ല. ഇപ്പൊ ആ റസൂലിന്റെ സുന്നത്തനുസരിച്ച് റസൂലിന്റെ മാർഗത്തിൽ മുൻകടന്നു പോകുന്നവർ ആരുണ്ടോ അവരോടെല്ലാം നമുക്ക് പറയാം, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളത്. അല്ലാതെ കണ്ട് റസൂലിന്റെ മൗലൂദ് കഴിക്കാൻ ഈ ഹദീസ്, ഈ ഒരു സംഭവം തെളിവല്ല. അതുകൊണ്ട് സഹോദരന്മാർ, റസൂലിനെ സ്നേഹിക്കുന്നവരായിരിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിനെ യഥാർത്ഥത്തിൽ അനുസരിച്ച് ജീവിക്കുന്നവർ സലഫികളാണ്. പിന്നെ റസൂലിനെ നമ്മൾ റബീഉൽ മാത്രം സ്നേഹിക്കുന്നതല്ല. ഈ 360 ദിവസവും ഇബാദത്തുകളിൽ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ അനുകരിച്ചു കൊണ്ടിട്ടാണ് ഇബാദത്ത് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഷഹാദത്തുകളിൽ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളോട് ചോദിക്കുന്നവർ നിങ്ങൾ എന്തേ സലാത്ത് ചെല്ലാത്തത്, നിങ്ങൾ എന്തേ മൗലൂദ് കഴിക്കാത്തത് എന്നവരോട് നമുക്ക് പറയാൻ സാധിക്കണം. നമ്മൾ എല്ലാ ദിവസവും അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലൂദ് കഴിക്കാറുണ്ട്. നമ്മളെ നിസ്കാരത്തിൽ തഹയ്യാത്ത് ഓതിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഞങ്ങൾ മൗലൂദ് കഴിക്കും. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ചു തന്ന ആ മൗലൂദ് നമ്മൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, റസൂലിനെ ഏറ്റവും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നുണ്ട്. നാളെ റസൂലിന്റെ കൂടെ ജന്നാത്തിൽ ഒരു ദിവസം ഒരുമിച്ച് വിടാൻ നമ്മളെ മക്കൾക്കും നമ്മളെ ഭാര്യന്മാർക്കും നമ്മളെ സ്നേഹിതന്മാർക്കും നമ്മളെ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന എല്ലാ മോമിനിയങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടൊന്ന് പറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹു നമുക്കെല്ലാവർക്കും ഖുർആൻ സുന്നത്തും അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂലിനെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളും സ്നേഹിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ജീവിച്ച് മരിച്ചു പോകുന്ന ആളുകളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കേണ്ടത് വ്യക്തിപരമായിട്ടും സ്നേഹിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. മഹാനായിരിക്കുന്ന സിദ്ദീഖുൽ അക്ബർ മരിക്കാൻ അടുത്തപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, എന്നെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരുന്നാൽ തിങ്കളാഴ്ചയാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ രാത്രി ആയിപ്പോയാലും നിങ്ങൾ രാവിലേക്ക് എന്നെ കാത്തിരിക്കാൻ പാടില്ല, രാവിലേക്ക് എൻ്റെ മയ്യത്തിനെ വെച്ച് വെക്കാൻ പാടില്ല. രാത്രി തന്നെ റസൂലിൻ്റെ എൻ്റെ
ഹബീബായിരിക്കുന്ന റസൂലിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ പറയണം. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകാൻ പോവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മജൂസി കുട്ടി അദ്ദേഹം ബോധം കെട്ട് വീണു, ബോധമുണർന്നു, പിന്നെയും ബോധം കെട്ടു, പിന്നെയും ബോധം ഉണർന്നു. റസൂൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുടലിൽ 80% പുറത്താണ്, 20% വയറ്റിന്റെ ഉള്ളിലുള്ളൂ. അതിൽ നിന്ന് ചോര ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. ആ അവസരത്തിൽ അദ്ദേഹത്തിന്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകണം, എന്നിട്ട് ആയിഷാനോട് പറയണം, എന്താ എനിക്ക് വേണ്ടിയിട്ട് റസൂലിന്റെ കൂടെ ഒരു ഖബറിനുള്ള സ്ഥലം തരുമോ എന്ന് ചോദിക്കണം. ഉമറിന്റെ സലാം നീ ആദ്യം പറയണം, അമീറുൽ മുഅ്മിനീൻ എന്ന് പറയാൻ പാടില്ല. നീ പറയേണ്ടത് ഉമർ ബിൻ ഖത്താബ് സലാമു അലൈക, നിങ്ങൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറയണം. അമീർ മുഅ്മിൻ അല്ല ഞാനിപ്പോ, ഞാൻ മരണവുമായിട്ട് മല്ലിട്ട് കിടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നീ പോയിട്ട് ആയിഷാക്ക് എന്റെ സലാം പറയണം. എന്റെ ഹബീബായിരിക്കുന്ന റസൂല്, എന്റെ ഹബീബായിരിക്കുന്ന സിദ്ദീഖിന്റെ അടുത്ത് എനിക്ക് മറ ചെയ്യാൻ ഒരു ഇത്ര സ്ഥലം തരുമോ എന്ന് ചോദിക്കണം. അദ്ദേഹം പോയി ചോദിച്ചു. ആയിഷ ബീബി പറഞ്ഞു, അത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കരുതി വെച്ചതാണ്. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യം വന്നിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു, ഞാൻ അദ്ദേഹത്തിന്റെ മുൻഗണന നടത്തുന്നു, നിങ്ങൾ കൊണ്ടുവന്ന് അവിടെ കവറിൽ പോയി ചോദിച്ചു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഓടി വന്നിട്ട് പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ സമ്മതം പറഞ്ഞിരിക്കുന്നു. ആയിഷ പറഞ്ഞ വാക്ക് തന്നെ അവിടെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി കബർ കുഴിച്ചോടി. റസൂലിന്റെ ഖബറിന്റെ നേരെയല്ല, അതിന്റെയും അബൂബക്കറിന്റെ ഖബറിന്റെ അതിന്റെ താഴത്തായിട്ട് എനിക്ക് ഖബർ വയ്ക്കണം. ഞാൻ റസൂലിനോട് തുല്യനല്ല, അബൂബക്കറിനോട് തുല്യനല്ല, അവരാണ്ടാക്കി കാണ വ്യക്തിയാണ് ഞാൻ, അവർ താഴായിരിക്കണം എന്നെ ഖബർ. എന്നിട്ട് പറഞ്ഞു, ഖബർ കുഴിച്ചിട്ട് നിങ്ങൾ എന്നെ മായ്ച്ചു കഴിഞ്ഞിരുന്നാൽ എന്നെ കഫൻ ചെയ്ത് രണ്ടാമത് പോയിട്ട് ആയിഷാനോട് ചോദിക്കണം, ഈ ഖബറിനെ, ഈ മയ്യത്തിനെ ഞങ്ങൾ അവിടെ മറയടക്കിക്കോട്ടെ. അപ്പ സമ്മതം തന്നാലേ നിങ്ങൾ ഖബറടക്കാൻ പാടുള്ളൂ. കാരണം എന്റെ വലിയ ആശയാണ്, എന്റെ 2 സ്നേഹിതന്മാരുടെ കൂടെ എനിക്ക് മരിച്ചു കിടക്കണമെന്നുള്ള ആശ. അല്ലാഹുവേ, നീ എനിക്ക് നിറവേറ്റി തരണേ എന്ന് ഉമർ റളിയല്ലാഹു പ്രാർത്ഥിച്ചു. എന്നിട്ട് രണ്ടാമതും കൊണ്ടുപോയി ആയിഷാനോട് ചോദിച്ചു, റളിയല്ലാഹു അൻഹു, ഞാൻ നിങ്ങളെ ആളെ മറയടക്കട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ സമ്മതം കൊടുത്തു. കാരണം അത്രയും സ്നേഹമായിരുന്നു അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുവിനെ റസൂലിന്റെ കൂടെ തന്നെ കിടക്കണം, റസൂലിന്റെ കൂടെ തന്നെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം. റസൂലിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് മദീനയിൽ ഷഹീദാകാനുള്ള തൗഫീഖ് തരണേ റബ്ബേ. ഇത് കേട്ടപ്പോ സഹാബികളിലും മദീന ഒരു ഇസ്ലാമിക രാഷ്ട്രമല്ലേ, ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാ ഷഹീദാകാനുള്ള സൗകര്യം കിട്ടുക? പക്ഷെ ആ മജൂസിയുടെ മുത്ത് അള്ളാഹു കണക്കാക്കി വിട്ടതാണ് ഉമറിന് ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കാൻ വേണ്ടി. അപ്പോഴും അയാൾ ആഗ്രഹിച്ചത് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹമാണ്, റസൂലിന്റെ കൂടെ ഖബറിൽ കിടക്കണമെന്നുള്ള ആഗ്രഹം. ഈ മാതൃകയാണ് സലഫുകളായിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും ആവേണ്ടത്. നമുക്ക് റസൂലിന്റെ കൂടെ അവിടെ പോയി നമ്മൾ മരിച്ചു പോയാൽ നമ്മളെ ഖബറിനെ അവിടെ നമ്മൾ കൊണ്ടുവെക്കാൻ സാധ്യമല്ല. നമ്മൾ ഇവിടെയാണ് മരിക്കുന്നത്, എവിടെയാണോ മരിച്ചത് അവിടെയാണ്. നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന, അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ, അല്ലാഹുവേ, ഞങ്ങളെ സ്വർഗ്ഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ, ഞങ്ങളെ മക്കളെയും നീ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ എന്നുള്ളതാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ഉതകുന്ന രീതിയിലായിരിക്കണം നമ്മളെ ഇബാദത്തുകൾ മുഴുവൻ. അപ്പോൾ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സാലിഹായിരിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പലരും ആസ്പത്രിയിലുണ്ട്, മാരകമായ രോഗം പിടിപെട്ടിട്ട്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഞാനിവിടെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ആമീൻ പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാമാണോ ആസ്പത്രിയിൽ സാലിഹായിരിക്കുന്ന ആളുകൾ, സലഫികളായിരിക്കുന്ന ആളുകൾ രോഗവുമായിട്ട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നത്, അവർക്ക് നീ ശിഫ നൽകണേ റബ്ബേ, അവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ റബ്ബേ, അവരുടെ കുടുംബത്തിന് നീ സമാധാനം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും മാരകമായ രോഗത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നീ കാത്തിരക്ഷിക്കണേ റബ്ബേ. ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കി തരണേ റബ്ബേ.
സുഖുൽ ഖാത്തിമയിൽ നിന്ന് നിന്നോട് ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നവർക്ക് മോശമായ രീതിയിൽ ഞങ്ങൾ ആത്മത്തിനെ നീ ആക്കിക്കളയുന്നവർ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ നീ തൗഫീഖ് ചെയ്യണമേ. അല്ലാഹുവേ ഞങ്ങളുടെ മരണം ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണമേ. പ്രയാസമുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും മനസ്സിനെ നീ സമാധാനമുള്ള മനസ്സാക്കി തരണമേ. സഹാബികളുടെ കാലത്ത് അവരിടയിലുള്ള സഹാബികളുടെ മനസ്സെങ്ങനെയായിരുന്നോ അതുപോലെ ഞങ്ങളുടെ മനസ്സിനെ നീ കൂട്ടിച്ചേർത്ത് വേണമേ. തൗഹീദിൽ വെള്ളം ചേർക്കുന്ന ആളുകളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ആക്കിക്കളയലാമേ. അല്ലാഹുവേ തൗഹീദിൽ നിന്നിട്ട് എത്രയോ ഇഷ്ടങ്ങളും സംഘടനകളും തൗഹീദിൽ തന്നെ ഉണ്ടറപ്പേ. അവരെല്ലാം ഞങ്ങളോട് വന്നിട്ട് പറയുന്നു ഇതാണ് ശരി ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ ഞങ്ങളെ നീ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ ജീവിപ്പിക്കണേ റബ്ബേ. അതിൽ തന്നെ നീ പരിപ്പിക്കണേ റബ്ബേ. ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരു അഖീദയും ഒരു വിശ്വാസവും അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിൽ വരുന്നതിനെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. ربنا تقبل منا انك انت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله تعالى وسلم على خير نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.